ജോൺസേട്ടാ ഇത് ഈ അരി ഏതാണ്? ഇത് മറ്റേ സീബ എന്ന് പറയും. സീബ ബാസ്മതി. സീബ ബാസ്മതി. ബാസ്മതി വേൾഡ് മൊത്തം കാണുന്ന അടിപൊളി. അതന്നെ 1121 ആണല്ലോ അല്ലേ? അതന്നെ. ഒരു പ്ലേറ്റില് 10-13 നല്ല കിലോ ബാസ്മതി. നല്ല 13 ബാസ്മതി. പ്ലേറ്റ് വരെ കിട്ടാൻ സാധ്യതയുള്ള ബാസ്മതിയാണ്. കുഴപ്പമില്ല. അടുത്തത് ഇന്ത്യ ഗേറ്റ്. പിന്നെ നിറയെ ഇതൊക്കെ ബാസ്മതിയാണ്. ജെ ബ്രാൻഡ് ബിരിയാണി. ജെ ബ്രാൻഡ് നിങ്ങള് അവിടെയൊക്കെ ഫേമസ് ആണ്. ഇതാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ അയക്കാൻ പറ്റൂല്ലേ? പിന്നെന്താ, നിങ്ങളെ എവിടേക്ക് വിടണ്ട? കോഴിക്കോട്. കണ്ടില്ലേ, ഇത് നമ്മുടെ ബ്രാൻഡ്. ഇത് നമ്മുടെ ബ്രാൻഡ്. സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. ഇത് ഒട്ടിപ്പിടിക്കില്ല, കുഴയില്, എന്തോടിയില്ല, എങ്ങനെ വെച്ചാലും കേടുവരില്ല. ഏത് വെക്കാറായിട്ട് ആൾക്കും വെക്കാൻ പറ്റും. അതൊക്കെയാണ് എന്റെ കോല. ജെ ബ്രാൻഡ് വളരെ നല്ല അരികളാണ്. അതൊരു കാര്യം ചെയ്തോ, എത്ര വേണം? ഇതൊരു 10 ചാക്ക് ഞാൻ കോഴിക്കോടേക്ക് അയക്കണം. ഓക്കെ. അവിടെ ബിരിയാണി കയമ തന്നെയാണ് വേണ്ടത്. ബിരിയാണിയുടെ ഏറ്റവും ഫേമസ് സ്ഥലമാണ് കണ്ണൂർ, തലശ്ശേരി, ആ ഭാഗത്താണ്. അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല അരി. അരി ഉണ്ടാക്കുന്നില്ല, അത് കറക്റ്റ്. പക്ഷെ നമ്മുടെ അരി കിട്ടണം. നല്ല അരി കിട്ടിയാൽ നല്ല ബിരിയാണി. പ്രത്യേകിച്ച് തലശ്ശേരിക്കാരുടെ കൈപുണ്യം കൂടി ആയി കഴിഞ്ഞാൽ ജോൺസേട്ടന്റെ അരി തലശ്ശേരിയുടെ കൈപുണ്യം. ഹലോ മേഡം, നമ്മുടെ ജെ ബ്രാൻഡ് അരി വെച്ചിട്ടല്ലേ ബിരിയാണി? എന്താണ് അഭിപ്രായം? അത് കണ്ട ആള് കാലങ്ങളായിട്ട് വരുന്നൊരു കസ്റ്റമറാണ്. അപ്പൊ നിങ്ങളത് കൊണ്ടുപോയിട്ട് എന്ത് പറയില്ല, ഒരു അഭിപ്രായം പറഞ്ഞ എങ്ങനെയുണ്ട് വെച്ചിട്ട്? മനസ്സിലായില്ലേ? അപ്പോ എത്ര ചാക്ക് വേണേ നിങ്ങൾ ഓർഡർ എടുത്തോ. ഓക്കെ. ശരി. കണ്ണൂരും തലശ്ശേരിയൊക്കെ ഒന്ന് അറിയട്ടെ നമ്മുടെ അരി.